പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ തരുണത്തിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു പത്രോസിനോട് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ധാരാളം പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള വേദഭാഗമായിരിക്കാം. കർത്താവ് ഇത് പറയുമ്പോൾ അത് അവർ നിന്നതായ സ്ഥലം കൈസരിയ ഫിലിപ്പിൽ. ഈ കൈസരിയ ഫിലിപ്പിൽ ഒരു വിശേഷതയുണ്ട്, ഒരു പ്രധാനമായ കാര്യം അവിടെ ഉണ്ട്. അവിടെ വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹാമുഖത്തിനെ അന്ന് ലോകം വിളിച്ചുകൊണ്ടിരുന്നത് പാതാള ഗോപുരം എന്നാണ്. അതിൻ്റെ കവാടത്തിൽ നിന്ന് ഒരു വലിയ ശക്തിയേറിയ ജലപ്രവാഹം പുറപ്പെടും. ആ ജലപ്രവാഹം പുറപ്പെടുന്നതായ ആ വാമുഖത്തിന് അല്ലെങ്കിൽ അതിൻ്റെ കവാടദ്വാരത്തിൽ അതിൻ്റെ ആഴം ഇതുവരെയും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അത്രയ്ക്കാഴമായ ഭാഗത്ത് നിന്നാണ് ആ ജലപ്രവാഹം വെളിയിൽ വരുന്നത്. ആ ജലമാണ് യോർദാൻ നദിയിൽ കൂടെ ഒഴുകുന്നത്. യോർദാൻ നദിയുടെ ഉത്ഭവസ്ഥാനമെന്നും അതിനെ വിളിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ശക്തിയേറിയ ജലപ്രവാഹത്തിനെ മനുഷ്യർ കണ്ടുകൊണ്ട് അത് തീർച്ചയായിട്ടും പാതാളത്തിൻ്റെ കവാടമാണ് എന്ന് പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായ ഒരു സംഗതി. അവിടെ ആരും ആ സ്ഥലത്തേക്ക് പോകാറില്ല. അങ്ങനെ മനുഷ്യൻ്റെ മുൻപിൽ ഭയാനകമായ ഒരു സ്ഥലത്ത് ശിഷ്യന്മാരുമായി പോയിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്, പത്രോസേ, നിന്റെ പേര് പത്രോസ് എന്നാകുന്നു. അതിനു മുമ്പ് പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് ബറിയോന, സിമോനെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനു മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. എന്നെ നാട്ടുകാരും ദേശക്കാരും ഈ രാജ്യവും ലോകവും ഒക്കെ വിളിക്കുന്നത് യോനാ പ്രവാചകനെന്നും ഇല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനെന്നും ഏലിയ പ്രവാചകനെന്നും യെരമ്യ പ്രവാചകനെന്നും ഒക്കെ ധാരാളം പേരുകളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അതെല്ലാം ഇരിക്കട്ടെ, പക്ഷെങ്കിൽ നിങ്ങൾ എന്നെ ആരെന്ന് വിളിക്കുന്നു? എന്നെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം? നിങ്ങൾ എന്ത് വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ പിന്നാലെ വരുന്നിരിക്കുന്നത്? ശിഷ്യന്മാരുടെ ഇടയിൽ വളരെ ചിന്താക്കുഴപ്പം സൃഷ്ടിച്ചതായ ഒരു ചോദ്യം. എന്നാൽ പത്രോസ് മുൻപോട്ട് വന്ന് കർത്താവിനോട് പറയുകയാണ്, ഗുരു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. അതിൻ്റെ അർത്ഥം ജീവനില്ലാത്ത ദൈവങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ജീവനില്ലാത്ത ദൈവങ്ങൾ ധാരാളമുണ്ടെങ്കിലും അതിനിടയിൽ വെച്ച് ഞാൻ കണ്ടെത്തി ജീവനുള്ള ദൈവത്തെ. അതൊരു സാക്ഷ്യമാണ്. പെട്ടെന്ന് കർത്താവ് ശിമോനോട് പറയുകയാണ്, ബറിയോന സിമോനെ, മനുഷ്യരാരുമല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. മനുഷ്യരക്തങ്ങൾക്ക്, ജഡരക്തങ്ങൾക്ക് നിനക്കിത് വെളിപ്പെടുത്തുവാൻ കഴിയുമില്ല. എന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ ഭാഗ്യവാൻ. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ കുറിച്ചുള്ളതായ ഒരു ജ്ഞാനവും ദർശനവും ലഭിക്കുന്ന മനുഷ്യന് മാത്രമേ ഭാഗ്യവാനാകാൻ കഴിയുള്ളൂ എന്നർത്ഥം. അവനോട് കർത്താവ് പറഞ്ഞ വാക്കാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവർ നിന്നിരുന്നതായ ആ സ്ഥലത്ത് കൈസരിയ ഫിലിപ്പിയിലുള്ളതായ ആ പാതാള ഗോപുരത്തിൻ്റെ അരികിൽ നിന്നും കൊണ്ട് കർത്താവ് പറയാണ്, ഈ പാതാളത്തിൻ്റെ ഗോപുരങ്ങൾക്ക് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം കർത്താവിൻ്റെ സഭയെ തകർക്കുക എന്നുള്ളതായ ഒരു ദൗത്യം. അവരുടെ ദൗത്യത്തിൻ്റെ മുൻപിൽ നിന്റെ മേൽ പണിയുന്നതായ ഈ സഭ ജയാളിയായി നിൽക്കും. കാരണം നീ പത്രോസാകുന്നു എങ്കിൽ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, ഇപ്പോൾ ഹോർമോസ് കടലിടുക്കിനെ കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധത്തും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കടലിടുക്കിൻ്റെ ഭാഗത്താണ്. പണ്ടൊന്നും അത് നമ്മുടെ മുൻപിൽ വലിയൊരു ചിന്താവിഷയമല്ലായിരുന്നു. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കും വൃദ്ധന്മാർക്കുമൊക്കെ ഈ കടലിടുക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം അവർ മാധ്യമങ്ങളിൽ കൂടെ
ധാരാളം അതിനെക്കുറിച്ച് വായിക്കുന്നു. ഈ കടലിടുക്കിൻ്റെ സവിശേഷതയല്ല, എന്നാൽ ആ കടലിടുക്കിനോട് ചേർന്നിട്ടുള്ളതായ പ്രകൃതിദത്തമായി രൂപം കൊണ്ടിട്ടുള്ള അനേക ഗുഹകളുണ്ട്. പുറമേ അത് ഒരു സാധാരണ മലമ്പ്രദേശം എന്നപോലെ തോന്നും. കുറ്റിക്കാടുകളും മരങ്ങളും കണ്ടൽക്കാടുകളും ഒക്കെ നിറഞ്ഞതായ വലിയൊരു ദേശം, ഏതാണ്ട് 42 കിലോമീറ്ററോളം ചുറ്റളവുള്ളതായ ഒരു സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ, അതിൻ്റെ സൈഡുകളിലൂടെ കവാടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വർണ്ണഭരിതമായിട്ടുള്ളതായ പ്രകൃതിദത്തമായി രൂപം കൊണ്ടിട്ടുള്ള വിശാലമായ ഗുഹകളുണ്ട്. ഈ ഗുഹകളിലാണ് ശത്രുക്കളോട് പോരാടുവാനുള്ള ആയുധങ്ങളും രഹസ്യ സങ്കേതവും മിലിറ്ററി സംവിധാനവും ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പണ്ടിതൊന്നും അത്ര കണ്ട് മനസ്സിലായിരുന്നില്ല. ഇപ്പോഴാണത് വെളിവാകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു നിന്നതായ കൈസരിയ ഫിലിപ്പിയിലുള്ളതായ ആ ഗുഹാമുഖത്തെ അവിടെ നിന്നും പുറപ്പെടുന്നതായ ജലപ്രവാഹം, ശക്തിയേറിയ ജലപ്രവാഹം, ആഴങ്ങൾ അളക്കുവാൻ കഴിയാത്തതായ ജലപ്രവാഹം, അതിനെക്കൊണ്ട് കർത്താവ് പറയാണ്, ഈ പാതാള ഗോപുരം എപ്പോഴും ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നീ പത്രോസാകുന്നുവെങ്കിൽ ഇതിന്മേൽ പണിയപ്പെടുന്ന ആലയത്തിന് ആ പാതാള ഗോപുരങ്ങളെ കൊണ്ട് ഹാനി വരികയില്ല, തകർക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം പ്രകൃതിദത്തമായി രൂപം കൊള്ളുന്നതായ ഗുഹാമുഖങ്ങളെ ലോകം വിളിക്കുന്നത് തകർക്കുവാൻ കഴിയാത്ത കപ്പലെന്നാണ്. നമുക്കറിയാം, ടൈറ്റാനിക് കപ്പൽ പോലും വളരെ പ്രസിദ്ധമായ വളരെ ബഹുത്വമായിട്ടുള്ള ഒരു കപ്പൽ. അതിനെ നിർമ്മിച്ചവർ തന്നെ, അതിൻ്റെ എഞ്ചിനീയേഴ്സ് ചുവടയവൻ പറയുകയായിരുന്നു, ദൈവം പരിശ്രമിച്ച് ദൈവം ചിന്തിച്ചാൽ പോലും ഈ കപ്പലിനെ തകർക്കാൻ കഴിയില്ല എന്ന്. അതിനെ ഉണ്ടാക്കിയതായ ഉരുക്കിൻ്റെ ശക്തിയെ കണ്ടുകൊണ്ട് അതിൻ്റെ ബലത്തെ കണ്ടുകൊണ്ട് അതിനുടയവർ പറയുകയുണ്ടായി. അതിൻ്റെ കന്നി യാത്രയിൽ തന്നെ ചില മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് വളരെ ബഹുത്വമായ ഒരു ഐസ് മലയിൽ ഇടിച്ച് അത് തകർക്കപ്പെട്ട് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് താണുപോയി. കാരണം അത് മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതിദത്തമായ ഗുഹാമുഖങ്ങൾ, അതിനെ മനുഷ്യൻ വിളിക്കുന്നത് പാതാള ഗോപുരം. കർത്താവും അതിനെ പാതാള ഗോപുരമെന്ന് വിളിച്ചു. അതിനെ കൊണ്ട് പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, ഞാൻ നിന്റെ മേൽ എൻ്റെ സഭയെ പണിയുമെങ്കിൽ ആ സഭയെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് സാധ്യമല്ല. നമുക്കറിയാം, ഇങ്ങനെയുള്ള ഗുഹാമുഖങ്ങളിൽ നിന്നും പുറപ്പെടുന്നതായ ആഴികളുടെ ശക്തി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിച്ചു നോക്കുമ്പോൾ, സ്ത്രീയെ കൊന്നൊടുക്കുവാൻ വേണ്ടി സർപ്പത്തിൻ്റെ വായിൽ നിന്നും വളരെ ശക്തിയേറിയ ജലപ്രവാഹം അവൾക്ക് നേരെ പുറപ്പെടുവിച്ചു. അപ്പോൾ ജലപ്രവാഹത്തിൻ്റെ പുറപ്പാട് ഇതൊരു വലിയൊരു സംഭവമാണ്, ഇതൊരു തത്വമാണ്. പോരാട്ടങ്ങൾ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു പത്രോസിൻ്റെ മേൽ പണിയപ്പെടുന്ന ഒരു ജീവിതം, അതിനെ തകർക്കുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, പത്രോസിനെ കർത്താവ് വിളിച്ചതായ ആ പേര് ബർയോന സിമോനെ എന്ന് പറഞ്ഞാൽ യോനയുടെ മകനായ സിമോൻ. നേരത്തെ ഈ ലോകത്തിൽ വെച്ചുണ്ടായിരുന്ന ഒരു ഐഡന്റിറ്റി അതായിരുന്നു യോനയുടെ മകൻ. യോനയുടെ മകൻ എന്ന് വെച്ചാൽ എപ്പോഴും ലാഭക്കച്ചവടം ചെയ്യുന്നവൻ, അനുസരണക്കെട്ടവൻ. പെട്ടെന്ന് ക്ഷോഭം വരും, പ്രയാസം വരും, എന്തിനും വേണ്ടിയും ചോദ്യം ചെയ്യും, എന്തിനും ഒരു അഭിപ്രായം പറയും. എന്നാൽ അതിൽ നിന്ന് അവനെ വ്യത്യാസപ്പെടുത്തി. അവൻ ഒരു കാലത്ത് ബർയോന സിമോനായിരുന്നു. എന്നാൽ ഇപ്പോഴവൻ്റെ പേര് പത്രോസ്. പേര് മാറ്റി ഉറപ്പുള്ളവനാക്കി, പാറയെപ്പോലുള്ളവനാക്കി. എന്താണിത് കാണിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരെയും ദൈവം വരുത്തിയിട്ടുള്ള രൂപാന്തരത്തെ കാണിക്കുന്നു. നമ്മെ കർത്താവിൻ്റെ സഭയായി, അവൻ്റെ കുഞ്ഞുങ്ങളായി, അവൻ്റെ മക്കളായി ദൈവം നമ്മെ മാറ്റിയപ്പോൾ ദൈവം നമ്മുടെ പേര് മാറ്റി, നമ്മുടെ അവസ്ഥയെ മാറ്റി. ഈ ലോകത്തിലുണ്ടായിരുന്ന ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് നമ്മളെ മുറ്റുമായി മാറ്റി. നാം നേരത്തെ അനുസരണക്കേടിൻ്റെ പുത്രന്മാരായിരുന്നു, കോപത്തിൻ്റെ പുത്രന്മാരായിരുന്നു, ദുഷ്ടതയ്ക്ക് ദാസന്മാരായിരുന്നു, പാപം പ്രവർത്തിക്കുന്നവരായിരുന്നു. അവരിൽ നിന്ന് ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി നമുക്ക് നല്ലൊരു ഓമന പേര് തന്നു. നമ്മെ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമാക്കി. അതിനുശേഷം ദൈവം നമ്മെ പണിയുവാൻ ആരംഭിച്ചു. അപ്പോൾ കർത്താവ് നമ്മെ പണിയുവാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തരുന്നതായ ഒരു വാഗ്ദത്തം, പാതാള ഗോപുരം നിന്നെ ജയിക്കുകയില്ല. എപ്പോൾ വരെ? നീ പത്രോസായിരിക്കുന്നത് വരെ. എന്നാൽ നാം പത്രോസ് എന്നുള്ളതായ തസ്തിക വിട്ട് ബർയോന സിമോനായി മാറുമ്പോൾ, അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ പുത്രന്മാരായി മാറുമ്പോൾ,
ഈ ലോകത്തിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ നമ്മുടെ വ്യക്തിത്വങ്ങളെ മാറ്റുമ്പോൾ പെട്ടെന്ന് പ്രവാഹങ്ങൾ നമ്മുടെ മേൽ ജയം കൊള്ളുന്നതിനിടയായിത്തീരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ ദൈവം നമുക്ക് തരുന്നതായ ഒരു വാഗ്ദത്തം, പാതാള ഗോപുരങ്ങൾ നിന്റെ പുറകെ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ പത്രോസ് ആയിരിക്കുമെങ്കിൽ നിന്നെ ജയിക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് സാധിക്കുകയില്ല. ആ പാതാള ഗോപുരങ്ങൾ അതിൻ്റെ ഓരോ തന്ത്രങ്ങൾ കൊണ്ട്, തിരമാലകളുടെ ശക്തി കൊണ്ട്, ആഴികളുടെ ശക്തി കൊണ്ട്, ആഴികളുടെ രഹസ്യ സ്വഭാവം കൊണ്ട്, ആഴികളുടെ ആ സൂത്രങ്ങൾ വെച്ചും കൊണ്ട്, അതിന്മേലുള്ളതായ മർമ്മങ്ങൾ കൊണ്ട് നമ്മളെ ഓരോ ദിവസവും തകർക്കുവാനും പരാജയപ്പെടുത്തുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതിന് മുൻപിലുള്ളതായ ഒരു ടാർഗറ്റാണ്. അതിനെ നിത്യമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിനെ നമുക്ക് തകർക്കാൻ കഴിയത്തില്ല, അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ അതിൻ്റെ പോരാട്ടത്തിൽ തകർക്കപ്പെടാതിരിക്കുന്ന ഒരനുഭവം ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ എത്ര ശ്രമിച്ചിരുന്നാലും ഈ ഗുഹകളെ ഇല്ലായ്മ ചെയ്യുവാനും ഈ ആഴികളെ ഇല്ലായ്മ ചെയ്യുവാനും സാധിക്കുകയില്ല. അത് നമ്മുടെ ദൗത്യമല്ല. അതിനെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് അതിനൊരു സമയവും ചില കാലങ്ങളും അതിനുവേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മളിലുള്ളതായ ദൗത്യമോ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം, നാം പത്രോസ് ആയിരിക്കുന്നുവെങ്കിൽ, ഉറപ്പുള്ള പാറയായി ദൈവസന്നിധിയിൽ കാക്കപ്പെടുന്നവരെങ്കിൽ, നമ്മുടെ മേൽ പണിയുന്നതായ ദൈവത്തിൻ്റെ പണികളെ തകർക്കുവാൻ സാത്താനാൽ കഴിയുകയില്ല, അന്ധകാര ശക്തികൾക്ക് കഴിയുകയില്ല, പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയില്ല, ജലപ്രവാഹങ്ങൾക്ക് കഴിയുകയില്ല. നമ്മുടെ കുടുംബങ്ങളിന്മേൽ, കുഞ്ഞുങ്ങളിന്മേൽ, ജീവിതങ്ങളിന്മേൽ, വിശ്വാസത്തിന്മേൽ, പ്രത്യാശയിന്മേൽ ആഞ്ഞടിക്കുന്നതായ പരിശോധനകളുടെ മുമ്പിൽ തകരാതെ നിൽക്കേണ്ടതിന് നാം പത്രോസായി നിലനിൽക്കണം എന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ വീണ്ടും പ്രബോധിപ്പിക്കുകയാണ്, നമ്മെ ഉപദേശിക്കുകയാണ്. ആ പത്രോസായി നിൽക്കുവാനുള്ളതായ സ്നേഹവും കരുണയും അവൻ്റെ കരുതലും നമുക്ക് ദൈവം ധാരാളമായി പകർന്നു തരുന്നു. നമ്മുടെ തലമുറകൾക്കും കുടുംബങ്ങൾക്കും കർത്താവ് മഹത്വമേറിയ ഒരു ജയത്തിൻ്റെ സുവിശേഷം, ജയത്തിൻ്റെ ജീവിതം, ജയത്തിൻ്റെ വാക്കുകൾ, ജയത്തിൻ്റെ പേര്, ജയത്തിൻ്റെ ഉറപ്പ് നമുക്ക് നൽകി നമ്മെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.